ഇന്ന് ഞാനും ഇക്കായും കൂടെ എമ്മോറ്റി വരെ ഒന്ന് പോകുന്നതാണേ. എമ്മോറ്റി എന്ന് പറഞ്ഞാൽ മാൾ ഓഫ് ട്രാവൻകൂറിൽ കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. പോകേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു ഫീലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഉച്ച സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയത്, അതും നോമ്പ്. പടച്ചവനെ എന്തൊരു വെയിലായിരുന്നു. തലയ്ക്ക് മീതെ സൂര്യൻ നിൽക്കുന്ന പോലത്തെ ഫീല്. വേർത്തിട്ടും വയ്യ, ചൂടെടുത്തിട്ടും വയ്യ. തിരിച്ച് പോകാമെന്നൊക്കെ തോന്നിപ്പോയി. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എമ്മോറ്റിയുടെ അകത്തോട്ട് കയറുകയാണേ. അപ്പം 45 പോവുകയാണ്. ഇക്ക വീഡിയോ എടുക്കാൻ പോകുമ്പോഴത്തേനുള്ള ഒരു ബിഹൈൻഡ് ദി സീൻസിൻ്റെ വീഡിയോ എനിക്ക് ചെയ്യണമെന്നുണ്ട്. ഇൻഷാ അല്ലാ ഉടനെ ചെയ്യണം. അല്ലാ, ഇതിനകത്ത് കയറിയപ്പോഴാണ് ഇച്ചിരി ആശ്വാസം കിട്ടിയത്. കാരണം പുറത്ത് അത്രയ്ക്ക് ചൂടായിരുന്നേ. അങ്ങനെ കുറച്ച് ഗ്ലാസും പ്ലേറ്റും ഒക്കെ നോക്കാനാണ് വന്നത്. അപ്പം എനിക്ക് ഗ്ലാസിൻ്റെ സെക്ഷനിൽ നോക്കിയപ്പോഴേ അത്യാവശ്യം നല്ല റേറ്റ് കുറവായിട്ട് തോന്നിയത് പോലെ ഇരുന്നേ. കാരണം 133 രൂപയുടെ ഗ്ലാസ്സൊക്കെ 65 രൂപയൊക്കെ ഉള്ളൂ. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്തു. ഇനി നോർമലി ഇതിൻ്റെ റേഞ്ചും കാര്യങ്ങളും ഇങ്ങനെയാണോ എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന്. പക്ഷെ എന്തായാലും കൊള്ളാം, അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ട്. എനിക്കെടുത്ത് കാണിച്ചു തരികയാണ് നല്ല ക്യൂട്ട് ഗ്ലാസ് ഇതെടുക്കുക എന്നൊക്കെ. അങ്ങനെ ഞാനും ഇക്കായും 2-3 ഗ്ലാസും കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി എടുത്തിട്ട് പ്ലേറ്റിൻ്റെ സെക്ഷനിൽ നോക്കാമെന്ന് പറഞ്ഞ് പോവുകയാണ്. ഇത് വന്നിട്ട് മറ്റേ ഫൈബറിൻ്റെ പ്ലേറ്റാണേ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല റേറ്റ് കുറവുണ്ട്. ഈ ക്യൂട്ടായിട്ടുള്ള ഈ ബ്രൗൺ പ്ലേറ്റിന് 49 രൂപയുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ഇക്കോന് ഇത് വേണ്ട, ഇത് എടുക്കേണ്ട, നമുക്ക് സെറാമിക്കിൻ്റെ ആ ഭാഗത്തോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ സെറാമിക് നോക്കിയപ്പോഴത്തേനും എനിക്കിതിൽ റേറ്റ് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. നമ്മൾ ലുലു മോളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും അത്യാവശ്യം റേറ്റ് ഉള്ളതുപോലെ തോന്നി. അങ്ങനെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബില്ലൊക്കെ പേ ചെയ്ത് നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഈ വെയിലത്ത് വീട്ടിൽ പോകുന്ന കാര്യം വിചാരിക്കുമ്പോഴത്തേനുമേ വയ്യായിരുന്നു. പക്ഷേ പോയല്ലേ പറ്റൂ. അങ്ങനെ വീടെത്തി. കുറച്ച് ദിവസം കൊണ്ട് അലി എന്നോട് ഒരു ചീസി ചിക്കൻ റോൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ നോമ്പ് തുറക്കാനും ഒരു കടിയാവും, അലിക്കും ചോദിക്കുന്നതല്ലേ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് ഉള്ളി എടുത്ത് എണ്ണയിലിട്ട് വാട്ടിയിട്ട് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ അതിലിട്ട് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് കുറച്ച് ചിക്കൻ മസാലയും ഒരു ഇച്ചിരി പുലും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇടണം. പിന്നെ 2 സ്ലൈസ് ചീസും കൂടെ ഇടുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് എടുത്തിട്ട് സമൂസ ഷീറ്റിൽ വെച്ചാണ് ഞാൻ റോള് ചെയ്യുന്നത്. സമൂസ ഷീറ്റും ഉണ്ടായിരുന്നില്ല, ഒരു 3 സമൂസ ഷീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത്യാവശ്യം അവൻ ചോദിച്ചതിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച. അപ്പോൾ ഈ ഫില്ലിങ്സ് അതിൽ വെച്ചിട്ട് മൈദാമാവും ഉപ്പും കൂടെയുള്ള ആ ഒരു പേസ്റ്റില്ലേ അത് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി എങ്ങാനും എണ്ണയിൽ പോകുമോ എന്നുള്ള ഒരു, എണ്ണയിൽ ഇടുമ്പോഴത്തേനും അത് പിരിന്ന് പോകുമോ എന്നുള്ളൊരിതുകൊണ്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പം അതൊക്കെ കഴിഞ്ഞ് സമൂസ ഷീറ്റ് കഴിഞ്ഞിട്ടും കുറച്ച് ഫില്ലിങ്സ് ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് 2 പൊട്ടറ്റോ എടുത്ത് വേവിച്ച് മിക്സ് ചെയ്തെടുത്ത നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ബാക്കിയിരുന്ന കുറച്ച് ഫില്ലിങ്സിൽ പൊട്ടറ്റോയും കൂടെ ഇട്ട് കുഴച്ചിട്ട് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കി. പിന്നെ നല്ല ചൂട് എണ്ണയിൽ ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രൈ ചെയ്തെടുക്കണം. സമൂസ ഷീറ്റിലായതുകൊണ്ട് ഫ്രൈ ചെയ്യാനും വലിയ പാടില്ലായിരുന്നു. പക്ഷേ സ്പൈസസ് കുറവായതുകൊണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ആ ചിക്കൻ്റെയൊക്കെ ഉണ്ടല്ലോ ടേസ്റ്റ് നന്നായിട്ട് അറിയാൻ പറ്റിയായിരുന്നു. ആകെ നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ടിരുന്നു. പിന്നെ ബാക്കി വന്നതിൽ ചിക്കൻ കട്ട്ലേറ്റും കാര്യമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പം നോമ്പ് തുറക്കേണ്ട സമയമായി. അങ്ങനെ നോമ്പ് തുറക്കാൻ സ്നാക്സും ജ്യൂസും ഫ്രൂട്ട്സും ഈത്തപ്പഴമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നോമ്പ് തുറന്നൊരു 7-7:30 ആയപ്പോഴത്തേനും ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. പുട്ടാണ് കഴിക്കുന്നത്. അപ്പം ഇക്കാടെ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് അലി എന്നെയും കൂടെ എടുക്കുമ്പച്ചി, അലി ഹോംവർക്ക് ചെയ്യാണ്. അങ്ങനെ ഇക്ക ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി. അപ്പം രാത്രി ഒരു 9 മണിയായപ്പം ഞാനും എൻ്റെ ചോറൊക്കെ കഴിച്ചു. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ.